ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്ന ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഏതാണ്ട് 25 തവണ ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്തു എന്നാണ്. അങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾക്ക് ഓർമ്മയുണ്ടാവും, കോവിഡിന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് കേരളത്തിൽ നടക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ BBC റിപ്പോർട്ട് ചെയ്തു, ആ പ്രവർത്തനങ്ങൾ വാഷിംഗ്ടൺ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇതൊക്കെയാണ് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ മറ്റൊരു കാര്യത്തിൽ കൂടി അദ്ദേഹം ലോകത്ത് മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം, ആ സ്വർണം കൊള്ളയടിക്കുന്നതിന് നേതൃത്വം നൽകിയ കൊള്ളക്കാരുടെ നേതാവായിട്ടാണ് ഇപ്പോ ശ്രീമാൻ പിണറായി വിജയൻ ലോകം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഈ സ്വർണം മോഷ്ടിച്ച ആളുകള്, അതിലൊരാള് തിരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്തെഴുതുകയാണ്, ഇമെയിൽ. ഞാൻ കട്ടെടുത്ത് കൊണ്ടുപോയ സ്വർണത്തില് കുറച്ച് ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ള സ്വർണം കുറച്ച് കുട്ടികളുടെ കല്യാണത്തിന് ഉപയോഗിച്ചോട്ടെ. നമ്മളൊന്ന് ആലോചിക്കണം, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പന്റെ സ്വർണം, ആ അയ്യപ്പന്റെ സ്വർണം വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്തോഷത്തോടു കൂടി അതിന് അനുവാദം കൊടുക്കുന്നു. ഇതാണിപ്പോ ശബരിമലയിലെ സ്ഥിതി. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ സുദീർഘമായിട്ട് പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം സുദീർഘമായിട്ട് പ്രസംഗിച്ചു. അദ്ദേഹം നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പരാമർശിച്ചു. ശബരിമല എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയത്തെ കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ഏതാ വിഷയം എന്നുള്ളത് അതിനു മുൻപ് ഉന്നയിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല ഏത് വിഷയമാണ് ഉന്നയിച്ചത്. നമുക്ക് ഓർമ്മയുണ്ട്, ശബരിമലയിൽ ആചാര ലംഘനത്തിന്റെ ആ ദിവസങ്ങളിൽ അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച ഒരാളാണ്. കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച് അദ്ദേഹം പറഞ്ഞത്, ആചാര ലംഘനങ്ങൾ, ആ ആചാര ലംഘനത്തെ ന്യായീകരിച്ചുകൊണ്ട് ചില ആചാരങ്ങളൊക്കെ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച ഒരാളാണ് ശ്രീമാൻ പിണറായി വിജയൻ. ഇപ്പോ ശബരിമലയിലെ സ്വർണം കവർന്നെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ശബരിമലയുടെ സ്വർണം അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ അത് മോഷ്ടിച്ചതിനെ കുറിച്ച് ഒരു ന്യായീകരണവും, ഏറ്റവും ചുരുങ്ങിയത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുന്നു എന്നെങ്കിലും സൂചിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ വാ തുറന്നിട്ടില്ല.